أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. ما ننسخ من آية أو ننسها نأت بخير منها أو مثلها. ألم تعلم أن الله على كل شيء قدير. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. വിശ്വാസികളെ, നിങ്ങൾ റാഇന എന്ന് പറയാതിരിക്കുക, ഉൻദുർന എന്ന് പറയുകയും ചെയ്യുക. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഈ നിഷേധികൾ നോവുന്ന ശിക്ഷയർഹിക്കുന്നവരാകുന്നു. സത്യപ്രബോധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന വേദക്കാരാവട്ടെ ബഹുദൈവ വിശ്വാസികളാവട്ടെ നിങ്ങളുടെ നാഥങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവോ അവൻ ഇച്ഛിക്കുന്നവരെ തന്റെ കാരുണ്യമേകാൻ തിരഞ്ഞെടുക്കുന്നു. മഹത്തായ ഔദാര്യമുടയവനത്രേ അള്ളാഹു. നാം ഒരു സൂക്തം മായ്ച്ചു കളയുന്നുവെങ്കിൽ അഥവാ മറപ്പിക്കുന്നുവെങ്കിൽ അതിലും മികച്ചതോ ചുരുങ്ങിയത് തത്തുല്യമായതോ തൽസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതാകുന്നു. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്നും അവനല്ലാതെ നിങ്ങൾക്ക് രക്ഷകനോ തുണയോ ഇല്ലെന്നും അറിഞ്ഞിട്ടില്ലയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ വചനങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പരലോകത്ത് കുടുംബത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 102 ആയത്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 103-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ആയത്ത് ആദ്യം നമുക്ക് ആയത്തിന്റെ അർത്ഥം പറഞ്ഞു നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. 104-ാമത്തെ ആയത്താണ്. എല്ലാവരും ഖുർആനിൽ നോക്കുക, അല്ലെങ്കിൽ സ്ലൈഡിൽ നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, അതിന്റെ അർത്ഥം അതായത് ഇതിന്റെ അർത്ഥം, ആയത്തിന്റെ അർത്ഥം വിശ്വാസികളെ, നിങ്ങൾ റാഇന എന്ന് പറയാതിരിക്കുക, ഉൻദുർന എന്ന് പറയുക, വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഈ നിഷേധികൾ നോവുന്ന ശിക്ഷ അർഹിക്കുന്നവരാകുന്നു. ഞാത്തിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ്. യാ അയ്യുഹല്ലദീന ആമനു, യാ യാ അയ്യുഹ എന്നുള്ള എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. എന്നുള്ള അർത്ഥത്തിൽ ഒരു വിളിച്ചുകൊണ്ട് പറയുന്നതിനാണ് നമ്മൾ ഹേ വിശ്വസിച്ചവരെ എന്നുള്ള. യാ അയ്യുഹ അല്ലദീന ആമനു, ആമന ആമന ആമനു എന്നാണ്. ആമന അവൻ വിശ്വസിച്ചു, ആമന അവർ രണ്ടുപേരും വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. നമ്മൾ പഠിച്ച ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതിന്റെ ഫോമുകളൊക്കെ. ആമനു അവർ വിശ്വസിച്ചു. അപ്പൊ അല്ലദീന ആമനു എന്ന് പറയുമ്പോ ആ വിശ്വസിച്ച കൂട്ടർ, ആ ഒരു കൂട്ടർ. ലാ തഖൂൽ, അവരോട് അള്ളാഹ് പറയണേ, വിശ്വസിച്ചവരെ, വിശ്വസിച്ച കൂട്ടരെ, ലാ തഖൂലു നിങ്ങൾ പറയരുത്. ലാ എന്ന് പറഞ്ഞ അരുത്, അരുത്. അല്ലെ ഇല്ല എന്നും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിലെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇലാഹില്ല എന്നല്ലേ അർത്ഥം. ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ.
ലാ എന്നതിന് ഇല്ല എന്നും അല്ലെങ്കിൽ അരുത് എന്നൊക്കെ പറയാറുണ്ട്. ലാ അരുത്, തഖൂലു നിങ്ങൾ പറയരുത്, ഖാല യഖൂലു ല്ലേ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അവൻ പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു, തഖൂലു നിങ്ങൾ പറയുന്നു എന്നുള്ളതാണ്, നിങ്ങൾ പറയുന്നു. അപ്പൊ ലാ തഖൂലു ശരിക്ക് തഖൂലൂന എന്നാണ് നിങ്ങൾ പറയുന്നു എന്നതിന്. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കണ്ട എന്തുകൊണ്ടാ തഖൂലൂന, യഖൂലൂന എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, തഖൂലൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ഇവിടുത്തെ നൂന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ ലാം എന്ന് പറഞ്ഞാൽ നഹീന്റെ ലാം എന്നാ പറയാ. അതായത് നഹി എന്ന് പറഞ്ഞാൽ നമ്മൾ വിരോധിക്കുന്നതിന്റെ, ചെയ്യരുത് എന്ന് പറയുന്ന ആ ലാം അതിന്റെ മുന്നേ വരുമ്പോൾ ആ നൂന് അങ്ങ് ഡ്രോപ്പ് ആവും, നൂന് അങ്ങ് പോവും. മനസ്സിലായില്ലേ? അതായത് ഈ പിന്നെ ഇങ്ങനത്തെ ലാമ്, അരുത് എന്ന് പറയുന്ന ലാമ് ആ ഒരു വാക്കിന്റെ മുന്നേ വരികയാണെങ്കിൽ അപ്പൊ നൂൻ അവിടുന്ന് പോകും. അതപ്പോ ലാ തഖൂലൂന എന്ന് ഒരിക്കലും പറയില്ല, ലാ തഖൂലു എന്നാണ് അരുത് എന്ന് പറയുമ്പോ പറയട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ചിരുന്നു ലാ യഅലമൂന എന്ന്, അങ്ങനെ ഉണ്ട്, അവരറിയുന്നില്ല എന്നൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന അരുത് എന്നുള്ളതിന്റെ ലാമ അതുകൊണ്ടാണ്. അപ്പൊ ലാ തഖൂലു നിങ്ങൾ പറയരുത്, റാഇന റാഇന എന്ന ആ വാക്ക് നിങ്ങൾ പറയരുത് എന്ന് വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്. റാഇന അതെന്താന്ന് നമുക്ക് പിന്നീട് അതിന്റെ അർത്ഥം പിന്നീട് നോക്കാം. റാഇന എന്നത് എന്തുകൊണ്ടാണ് അള്ളാഹ് ആ വാക്ക്, നിങ്ങൾ ആ ഒരു വാക്കിനെയാണ് പറയുന്നത്. റാഇന എന്ന വാക്ക് വിശ്വാസികളോട് പറയാണ്, ലാ തഖൂലു നിങ്ങൾ അത് പറയരുത്. വ ആൻഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഖൂലു നിങ്ങൾ പറയുക. ഖുൽ എന്ന് പറഞ്ഞാൽ എന്താ, നീ പറയുക. അംറ് ഫീലാണ്. ഖുൽ നീ പറയുക. ഖൂലു നിങ്ങൾ പറയുക. നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്, ഉൻദുർന ഉൻദുർന എന്ന വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. അതായത് റാഇന എന്ന വാക്ക് നിങ്ങൾ പറയരുത്, മറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്, പറയേണ്ടത് എന്താണ്, ഖുലു ഉൻദുർന എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഉൻദുർന എന്ന വാക്കാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്. വ ആൻഡ് ഇസ്മഉ നിങ്ങൾ എന്താക്കൂ, കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. സമിഅ കേട്ടു, യസ്മഉ കേൾക്കുന്നു, ഇസ്മഉ എന്ന് പറഞ്ഞാൽ അംറു ഫീലാണ്, നിങ്ങൾ കേൾക്കൂ. മനസ്സിലായില്ലേ? സമിഅ യസ്മഉ ഇസ്മഉ. സമിഅ കേട്ടു, യസ്മഉ കേൾക്കുന്നു, ഇസ്മ നീ കേൾക്ക്. മനസ്സിലായില്ലേ? ഖുൽ എന്ന് പറഞ്ഞതിന്റെ ഖൂലു, ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക, ഖൂലു നിങ്ങൾ പറയൂ. അതുപോലെ ഇസ്മ നീ കേൾക്ക്, ഇസ്മഉ നിങ്ങൾ കേൾക്കൂ പറയണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, വ ആൻഡ് ലിൽ കാഫിരീന കാഫിരീങ്ങൾക്കുണ്ട്, കാഫിരീങ്ങൾക്കുണ്ട്, കാഫിരീങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയാണ്. ലീ എന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ടി എന്നാണ്, ടു എന്നുള്ളത്. അപ്പൊ ടു എന്നുള്ള അർത്ഥത്തിലുണ്ട്, ടു ഓർ ഫോർ, വേണ്ടിന്ന് അല്ലെങ്കിൽ ന് എന്നുള്ള അർത്ഥം, അവന് അല്ലെങ്കിൽ അവർക്ക് എന്നുള്ള. ലിൽ കാഫിരീന കാഫിരീങ്ങൾക്കുണ്ട്, കാഫിരീങ്ങൾക്കുണ്ട്. കാഫിറിന്റെ പ്ലൂറലാണ് കാഫിരീൻ. എന്തുണ്ട്, അദാബുൻ അലീം, അദാബ് ശിക്ഷ, അലീം വേദനാജനകമായ അല്ലെങ്കിൽ നോവേറിയ. അലം എന്ന് പറഞ്ഞ വേദന എന്നാണ്. അലം എന്ന് പറഞ്ഞ ഈ പിന്നെ നമ്മള് തലവേദന എന്നുള്ള അങ്ങനത്തെ വേദനകൾക്കാണ് അലം എന്നറിയാം, അലം. അപ്പൊ അലീം എന്ന് പറഞ്ഞ വേദന ഏറിയ എന്നുള്ള ഒരിതിലാണ് പറയുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുള്ള പറയാണ്. ലാ തഖൂലു നിങ്ങൾ പറയരുത്, റാഇന അതായത് റാഇന എന്ന വാക്ക് നിങ്ങൾ പറയരുത്. വാ മറിച്ച് ആൻഡ്, വാ എന്ന് പറഞ്ഞ ആൻഡ് അല്ലെങ്കിൽ മറിച്ച് ഇവിടെ വേറെ നിങ്ങളോട് അള്ളാഹ് പറയാണ്, ഖൂലു നിങ്ങൾ പറയുക, ഉൻദുർന ഉൻദുർന എന്ന വാക്ക് പറയുക. വാ ആൻഡ് നിങ്ങൾ എന്തുകൂടി ചെയ്യണം, സ്മഉ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. വലിൽ കാഫിരീന കാഫിരീങ്ങൾക്കുണ്ട് അദാബുൻ അലീം വേദനാജനകമായ അദാബുണ്ട്, ശിക്ഷയുണ്ട്. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, ഈ ആയത്ത് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ ഇതുവരെ നമ്മൾ 102 ആയത്ത് വരെ പറഞ്ഞ എന്താ വെച്ചാൽ, കഴിഞ്ഞ ആയത്ത് വലിയൊരു ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, 101 ആയത്ത് അല്ല 102 ആയത്ത്. ആ ആയത്തിലും വരെ നമ്മൾ പറഞ്ഞത് ഈ ബനി ഇസ്രായേല്യരുടെ ചെയ്തികളെ കുറിച്ചാ പറഞ്ഞത്. അവർ എത്രമാത്രം നീചമായിട്ടാണ് പെരുമാറിയതെന്നും, അന്ന് അവരോട് സിഹ്ർ നിങ്ങൾ പഠിക്കരുതെന്നും അത് പ്രയോഗിക്കരുതെന്നും, ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ തിരുത്താൻ വേണ്ടി, അവരെ സംസ്കരിക്കാൻ വേണ്ടി, തെറ്റിൽ നിന്ന് അവരെ മുക്തമാക്കാൻ വേണ്ടി വന്ന മലക്കുകൾ അവരോട് പ്രത്യേകം പറഞ്ഞു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് ശ്രദ്ധിക്കാതെ അവരത് പഠിക്കുകയും ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയും അവരുടെ തെറ്റിലും കുഫറും നിഷേധവുമാണ് അവർ ചെയ്യുകയും ചെയ്തത്. ഇനി മുതൽ നമ്മൾ കടക്കുന്നത് ഇപ്പോ
അതായത് ഇപ്പൊ പ്രവാചകൻ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പൊ പ്രവാചകന്റെ കാലത്താണല്ലോ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. അന്ന് മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന തൗറാത്ത് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ബനൂ ഇസ്രായേലര് ചെയ്തു കൂട്ടിയ വേദത്തിനെതിരെ, തൗറാത്ത് എന്ന വേദത്തിനെതിരെ അവർ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളാ നമ്മള് പറഞ്ഞത്. ഇപ്പൊ ഉള്ളത് എന്താണ്? ആ തൗറാത്ത് കഴിഞ്ഞു. അതിന് വേറെ ഒരു ഖുർആൻ എന്ന ഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് വന്നു. അതും പ്രവാചകന് മുഹമ്മദ് നബിക്ക് വന്ന ഖുർആനിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഇതിപ്പോ ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് ല്ലേ. അപ്പൊ ആ സമയത്ത് അവിടെയുള്ള ബനീ ഇസ്രായേലരായ ജൂതന്മാരുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കാലം പറഞ്ഞത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന തൗറാത്തിന്റെ വാഹകരായിരുന്ന ആ ബനീ ഇസ്രായേലരെ കുറിച്ചാ പറഞ്ഞത്, അവരുടെ ഒരു ചരിത്രം. ഇനിയിപ്പോ ശരിക്കിപ്പോ മക്കയിലല്ല, മദീനയിലുള്ള അല്ല സത്യനിഷേധികളായ, അതായത് ബനീ ഇസ്രായേലർ അഹ്ലു കിതാബായ ആളുകളുടെ സ്വഭാവം. ഇപ്പൊ ഈ ഒരു ആയത്തൊക്കെ ഇറങ്ങുന്നത് മദീനയിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, മക്കയിലാണ് പ്രവാചകൻ ജനിച്ചതും വളർന്നതും. 40 വയസ്സുവരെ അവിടെ ജനിച്ച് വളർന്ന് വിശ്വസ്തനാണ്, അല്ലമീൻ എന്നാണെന്ന് വിളിച്ച് 40-ാം വയസ്സായപ്പോ പ്രവാചകൻ നുബൂവത്ത്, അതായത് വഹി ഇറങ്ങാൻ തുടങ്ങി, പ്രബോധനം തുടങ്ങിയത് മുതൽ അതുവരെ മിത്രങ്ങളായിരുന്ന ആളുകൾ ശത്രുക്കളായി തുടങ്ങി. 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ പിന്നീട് മക്കയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരുപാട് സൂറത്തുകൾ, മക്കീ സൂറകൾ എന്ന് പറയുന്ന ഒരുപാട് സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. മക്കയിൽ ഇറങ്ങിയത് തന്നെ മക്കീ സൂറകൾ. മക്കീ സൂറകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ തൗഹീദും പരലോകവും ഇതൊക്കെ എടുത്തു പറയുന്ന, അതിൽ വിശ്വസിക്കാൻ വേണ്ടി കുറെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഈ മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളുടെ ഒരു പൊതു സ്വഭാവം. അങ്ങനെയായിരിക്കും. നിങ്ങൾ ഓരോ സൂറത്തും നിങ്ങൾ പഠിക്കുമ്പോൾ മക്കീ സൂറയാണോ മദനി സൂറയാണോ എന്ന് മനസ്സിലാവാനുള്ള ഒരു ഇതാണ്. മനസ്സിലായില്ലേ? പരലോകത്തെ കുറിച്ച് പറയുന്നത്, അന്ന് പരലോക നിഷേധികളായിരുന്നു മക്കക്കാര്. അവര് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമില്ല, എല്ലും തോലുമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം എന്നൊക്കെ പറഞ്ഞ് അതിനെ ഭയങ്കരമായിട്ട് നിഷേധിച്ചിരുന്നതാണ് മക്കക്കാര്. അതുപോലെ തന്നെ അള്ളാഹ് ഏകനാണെന്നും അവർ വിശ്വസിച്ചിരുന്ന, അള്ളാഹിന്റെ കൂടെ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചു. അപ്പൊ ഈ തൗഹീദും ഈ പിന്നെ പരലോകമൊക്കെ എടുത്ത് പറയുന്നതായിരിക്കും മക്കി സൂറ. പിന്നീട് അങ്ങ് മദനി സൂറ, അതായത് മദീനയിൽ ഇറങ്ങിയ സൂറത്തുകൾക്കാണ് മദനി സൂറ എന്ന് പറയാം. 53-ാം വയസ്സിലാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പൊ ആ ഹിജ്റ പോയതിന് മദീനയിൽ എത്തിയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ് മദനി സൂറകൾ. അതിൽ പൊതുവെ സത്യവിശ്വാസികളും ഈ ബനീ ഇസ്രായേലരും ഇടപഴകി ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളും, അതുപോലെ സത്യവിശ്വാസികളെ സംസ്കരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആയത്തുകൾ ഉണ്ടാവുക. ഈ മക്കയിൽ ആരാണ് പ്രവാചകന്റെ പ്രബോധനത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്? ഖുറൈശികളാണ്. അവിടെ ബനീ ഇസ്രായേലരില്ല. നമ്മൾ മനസ്സിൽ വെക്കണം എപ്പോഴും. ഖുർആൻ ഇറങ്ങുന്ന ആ സാഹചര്യവും ആ സമൂഹവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മക്കയിൽ ഇറങ്ങുമ്പോ ആ ഖുറൈശികൾ എന്ന് പറയുന്ന അറബികളാണ്. അവിടെ അഹ്ലു കിതാബിന്റെ ആളുകളില്ല മക്കയില്. ബനൂ ഇസ്രായേൽ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അല്ല അവിടെ പ്രവാചകനെതിരെ വന്നിരുന്ന. അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളായ അറബികളായ ആളുകളാണ് മക്കക്കാർ എന്ന് പറയുന്നത്. എന്നാൽ മദീനയിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകൾ. ജൂതന്മാർ ഒരുപാട് മദീനയിലായിരുന്നു, മക്കയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ മദീനയിൽ ഇറങ്ങിയ സൂറത്തുകളിലാണ് അധികവും ഈ ജൂതന്മാരുടെ ആ സ്വഭാവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഉണ്ടാവുക. പിന്നെ കപടവിശ്വാസികൾ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു. കപടവിശ്വാസികൾ മക്കയിലും ഉണ്ടായിരുന്നു, മദീനയിലും ഉണ്ടായിരുന്നു. വിശ്വാസത്തിൽ കാപ്പറ്റി ഉണ്ടായിരുന്നവര്. പിന്നെ അതുപോലെ ഈ മക്കയിലുള്ള ഖുറൈശികൾ എന്ന് പറഞ്ഞ ബഹുദൈവ ആരാധകരായിരുന്നു. അവര് ഏകദൈവ ആരാധകരല്ല, ബഹുദൈവ ആരാധകരാണ് ഖുറൈശികൾ, വിഗ്രഹങ്ങളുടെ ആരാധകര്. എന്നാൽ അതായത് മുശ്രിക്ക് എന്ന് പറയുന്ന മുശ്രിക്കീങ്ങളാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മദീനയിൽ ഉണ്ടായിരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനും, അവര് ബഹുദൈവ ആരാധകരല്ല. മനസ്സിലായില്ലേ? തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ വാഹകരായ അള്ളാഹുവിന്റെ ആളുകൾ. പക്ഷെ അവർ ഖുറാനിലും പ്രവാചകനിലും വിശ്വസിച്ചില്ല എന്നതാണ് അവർക്ക് ഉണ്ടായിരുന്ന കുഴപ്പം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ യാ യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകള് ഈ ഒരു ഖുറാനില് 88 സ്ഥലങ്ങളിൽ ആയിട്ടുണ്ട്. 88 സ്ഥലങ്ങൾ യാ യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ. അപ്പോ ഈ ക്രമം അനുസരിച്ച്, അതായത് ഇറങ്ങിയ ക്രമം, ഖുറാന്റെ ആ ഒരു ക്രമീകരണം അനുസരിച്ച് ഏറ്റവും ആദ്യത്തെ ആയത്താണ് ഈ ഒരു ആയത്ത്. അതായത് യാ യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ക്രമീകരണം അനുസരിച്ചിട്ട് ഈ ഒരു ആയത്താണ് ഫസ്റ്റ് വരുന്നത്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട്. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് പിന്നെ ഈ മദീനയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഈ ബനൂ ഇസ്രായേലരായ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, പ്രവാചകന്റെ അതായത് മുഹമ്മദ് നബിയുടെ ഈ ഖുർആന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വിശ്വാസികളാണെന്ന ഭാവത്തില് പ്രവാചകന്റെയും കൂട്ടരെയും കൂടെ നടക്കുമായിരുന്നു.
മനസ്സിലായില്ല. അതായത് അവര് ഞങ്ങളും വിശ്വസിച്ചവരാണ് എന്ന ഒരു നിലപാട് എടുത്തുകൊണ്ട് പ്രവാചകന്റെയും ശിഷ്യന്മാരുടെയും അവരോട് ഇങ്ങനെ പെരുമാറും. അപ്പൊ അവരുടെ സദസ്സുകളിലൊക്കെ പോയിട്ടിരിക്കും. പ്രവാചകൻ അവരോട് ഉപദേശങ്ങൾ പറയുന്ന വിശ്വാസികളായ കൂട്ടർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. അവിടെ ഇവരും ഉണ്ടാവും. മനസ്സിലായില്ല. അവർ വിശ്വാസികളാണെന്ന ഭാവേനയാണ്. പക്ഷെ മനസ്സില് കപട വിശ്വാസിയാണ്. പ്രവാചകനും കൂട്ടർക്കും കുഴപ്പമുണ്ടാക്കുക എന്ന് മാത്രമാണ് അവരുടെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി അവർ എന്തിനാണ് അത് ചെയ്യണത്? അവർക്ക് ഭൗതിക നേട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുകയും വേണം. എന്നാൽ അവരോട് പിന്നെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാം. ഇതാണ് അവര് അങ്ങനെ ആവുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ്. മനസ്സിലായില്ല. മദീനയിൽ താമസിക്കുമ്പോ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പറ്റുന്ന എല്ലാ ഭൗതിക സുഖങ്ങളും നേടിയെടുക്കുക. എന്നാ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാല് അവർക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ അറിയുമല്ലോ. ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ആളാവുമ്പോ സത്യവിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ നടക്കാം. അവര് പറയുന്നത് കേൾക്കാം. എന്തും കേട്ടിട്ട് അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ പറ്റും. എന്താണ് അവരുടെ ആളായിട്ട് നടക്കുമ്പോഴേ പറ്റുള്ളൂ. അപ്പൊ അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഈ സദസ്സുകളില് ഈ ബനി ഇസ്രായേലിലെ ആളുകള് പ്രവാചകന്റെ സദസ്സുകൾ സത്യവിശ്വാസികൾക്കിടയിൽ ഇരിക്കുമ്പോൾ അവരുടെ ഒരു സ്വഭാവമാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവര് പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും അവരോട് പ്രവാചകനോട് പറയും റായിന റായിന എന്ന്. റായിന എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിന്റെ ഇടയിൽ എഴുന്നേറ്റിട്ട് റായിന റായിന എന്ന് പറയും. അതായത് ഇവര് എന്ത് ഭാവേനയാണ് വരുന്നത്? ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കേൾക്കണം എന്നുള്ള ഭയങ്കര ഒരു നല്ല നല്ല മനുഷ്യനെ ചമഞ്ഞിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്രവാചകനെ ഒന്ന് ആക്കി പറയുന്ന പോലെ ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണേ. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയും റായിന റായിന റായിന. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ഒരാളോട് ചിലപ്പോ റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കൂലേ, ഒരു സംശയം ചോദിക്കാണ്ട് നമ്മൾ പറയൂലേ ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ സംശയം എനിക്കത് മനസ്സിലായില്ല. അപ്പൊ അതിന് പകരമാണ് ഇവർ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത് റായിന. മനസ്സിലായില്ലേ? സോറി അല്ലെങ്കിൽ പാർഡൻ മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പറയുമല്ലോ എന്തെങ്കിലും. അപ്പൊ അതിനാണ് ഇതിൽ റായിന എന്ന് ഉപയോഗിച്ചത്. അപ്പോ ഈ ഒരു വാക്ക് പറയരുത് എന്നുള്ള മുസ്ലിങ്ങളോട് പറയാണ്. സത്യവിശ്വാസികൾക്ക് അറിയാം. സത്യവിശ്വാസികള് ഇവരുടെ ഇടയിൽ ഇത് കേട്ടിട്ട് അവരും ഇത് പറയാറുണ്ടായിരുന്നു ഈ റായിന എന്നുള്ള വാക്ക്. സത്യവിശ്വാസികൾ ജൂതന്മാരുടെ ഇടയിൽ ഒരേപോലെ നമ്മളെപ്പോലെ വിശ്വസിച്ചവരാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ജൂതന്മാരുടെ സ്വഭാവം ഇവരും കൂട്ടത്തിൽ എടുക്കാറുണ്ടായിരുന്നു റായിന. അപ്പൊ അള്ളാഹ് അവരെ തിരുത്താണ്. റായിന, നിങ്ങൾ എന്ത് പറയല്ലേ റായിന എന്ന് പറയല്ലേ. എന്താണ് ഈ റായിനയുടെ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഈ പിന്നെ വേറൊരു അർത്ഥം വരുന്നുണ്ട്. റായിന എന്ന പദത്തെ റഈൻ എന്ന് അറിയാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ഒരു ചീത്ത പറയുന്ന വാക്കാണ് ഹിബ്രു ഭാഷയിൽ. അത് ഒരു ചീത്ത വാക്കാണ്. നമ്മൾ ചീത്ത പറയുമ്പോ ഒക്കെ ആളുകൾ ശകാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റഈൻ. അല്ലെങ്കിൽ എന്താ റായീനാന്ന് എന്ന് പറഞ്ഞ് കുറച്ച് യാ ഇട്ട് നീട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാണ്. അതായത് ഞങ്ങളുടെ ഇടയ എന്നാണ് അതിന്റെ അർത്ഥം. റായി എന്ന് പറഞ്ഞാൽ ഇടയൻ എന്നാണ്. ഇടയൻ റായി. അപ്പൊ റായീന ഞങ്ങളുടെ ഇടയൻ എന്നുള്ള അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെയും ഇതാവാം. റായീന ഞങ്ങളുടെ ഇടയാ എന്ന് വിളിക്കുന്ന പോലെയും ഇതിനെ ഒന്നങ്ങ് നീട്ടിയാൽ ആവാം. അപ്പോ അത്തരത്തില് ആ വാക്ക് അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ നാവ് വക്രീകരിച്ചിരിക്കുന്ന റായിന എന്ന് പറയും ദുഷ്ടൻ എന്ന പേരുള്ള റഈനൻ എന്ന ആക്കും ആവാം. അപ്പൊ റാക്ക മദ്ദില്ലാതെ ഉച്ചരിച്ചാൽ റഈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ദുഷ്ടൻ എന്നാണ്. അപ്പൊ ഈ ഒരു പിന്നെ ഇതൊന്നും ജൂതന്മാരുടെ ഈ വക്രബുദ്ധി, അത് ശരിക്കും ജൂതന്മാരിത് മനഃപൂർവ്വം പറയാണ്. പ്രവാചകനെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വാക്ക് പറയുന്നത്. അപ്പൊ ഇതൊന്നും മനസ്സിലാവാത്ത സത്യവിശ്വാസികൾ എന്ത് ചെയ്യും? അതുപോലെ അത് കോപ്പി ചെയ്യാണ്. അപ്പൊ അവർ ധാരാളം ഈ റായിന എന്ന് അവരും ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് അള്ളാഹ് ഇവരെ ഈ ആയത്തിലൂടെ തിരുത്തണം. നിങ്ങൾ റായിന എന്ന് പറയല് പകരം നിങ്ങൾ എന്താ പറയേണ്ടത്? വഖൂലു ഉൻദുർന, നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കും. ഉൻദുർന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നോക്ക്. ആ ഒരു പദം ഞങ്ങളെ നോക്ക് എന്ന ആ പദം അങ്ങനെ ഉപയോഗിക്കാനാണ് അള്ളാഹ് പറഞ്ഞത്. വെച്ചാൽ ഈ ഉൻദുർന എന്ന വാക്കിനെ അങ്ങനെ വക്രീകരിച്ചുകൊണ്ട് റഈന എന്നും റായിന എന്നും അങ്ങനെയൊന്നും ആക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇൻദുർന എന്ന വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹ് ഇവരെ പിന്നെ തിരുത്തി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് ഈ ആയത്തിൽ വസ്മഊ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. അതെന്തിനാ പറയുന്നത്?
ഒരു സദസ്സിൽ ഇരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ക്ഷമിക്കണം, എനിക്കത് മനസ്സിലായില്ല, സോറി എനിക്കത് മനസ്സിലായില്ല, എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാകാതെ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്ക്. ഫസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഞാൻ പറയുന്നത് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്നാ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംശയവും ക്ഷമിക്കണം, സോറി, പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹ് അവരെ തിരുത്താണ്. അതായത് നിങ്ങൾ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒരു ഇടക്കിടക്ക് എഴുന്നേറ്റ് ശ്രദ്ധിക്കാത്തവർ ചോദിക്കുന്ന പോലെ നല്ലൊരു സമ്പ്രദായമല്ല. ഇടക്കിടക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇത് കപടവിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞ് തിരുത്താണ്. മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത്. എന്തുകൊണ്ടാ അത് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞു. വഖൂലു, നിങ്ങൾ അതിന് പകരം എന്താ പറയേണ്ടത്? ഉന്ദുർന എന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഉന്ദുർന എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയേണ്ടത്. ഇനി അതിന്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വസ്മാഉ, നിങ്ങൾ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. വലിൽ കാഫിരീന അദാബുൻ അലീം, തീർച്ചയായും ഈ ഒരു സത്യനിഷേധികൾക്ക്, മനഃപൂർവ്വം ആ ഒരു ഇതിനെ വക്രീകരിക്കുന്ന ആളുകൾക്ക് പിന്നെന്താണുള്ളത്? അദാബുൻ അലീം എന്ന് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടാണ് ഈ ആയത്ത് നിർത്തുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم والله ذو الفضل العظيم. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സത്യപ്രബോധനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന വേദക്കാരാവട്ടെ, ബഹുദൈവ വിശ്വാസികളാവട്ടെ, നിങ്ങളുടെ നാഥങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവോ അവൻ ഇച്ഛിക്കുന്നവരെ തന്റെ കാരുണ്യമേകാൻ തെരഞ്ഞെടുക്കുന്നു. മഹത്തായ അവതാരമുടയവനത്രേ അള്ളാഹു. അപ്പൊ അള്ളാഹു പറയാണ് മായവദ്ദുല്ലദീൻ, ഇതൊക്കെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ സത്യനിഷേധികളും പിന്നെ ഈ കപടവിശ്വാസികളും നിങ്ങളോട് ആ പെരുമാറുന്ന സ്വഭാവമൊന്നും അല്ല അവരുടെ സ്വഭാവം. ശരിക്കും അവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അള്ളാഹു അവർക്ക് വ്യക്തമായി കൊടുക്കണം. മായവദ്ദു, ഞാൻ വാക്കർത്തിലേക്ക് പോവാം. അതായത് മായവദ്ദു, ഇഷ്ടപ്പെടുന്നില്ല. മാ എന്ന് പറഞ്ഞാൽ ഇല്ല, വദ്ദ യവദ്ദു എന്ന് പറയുന്ന ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ് ആ വാക്ക്. വദ്ദ യവദ്ദു. മാ യവദ്ദു, ഇഷ്ടപ്പെടുന്നില്ല. ആരിഷ്ടപ്പെടുന്നില്ല? അല്ലദീന കഫറു, സത്യനിഷേധികൾ, അതായത് സത്യം നിഷേധിച്ചവർ. കഫറു എന്ന് പറഞ്ഞാൽ അവർ നിഷേധിച്ചു. അല്ലദീന കഫറു എന്ന് പറയുമ്പോൾ അവർ നിഷേധിച്ച ആ ഒരു കൂട്ടർ. അപ്പൊ മായവദ്ദു, ഈ നിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല. നിഷേധികളായ ആര്? മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽപ്പെട്ട നിഷേധികൾ. ഒന്നാമത് രണ്ട് കൂട്ടരോട് പറയുന്നുണ്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെടാത്തത്? അല്ലദീന കഫറു, മൊത്തത്തിൽ സത്യനിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല. മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞാൽ അഹ്ലി കിതാബ്. അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ, കിതാബ് പുസ്തകം, അതായത് വേദത്തിന്റെ ആളുകളിൽപ്പെട്ട, അതായത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമാണ് അഹ്ലി കിതാബ് എന്ന് പറയുന്ന രണ്ട് കൂട്ടർ കേട്ടോ. എന്തുകൊണ്ടാണ് അവർ അഹ്ലി കിതാബ് എന്ന് പറയുന്നത്? അവർക്കാണ് വേദം, ഇഞ്ചീൽ, തൗറാത്ത് ഇതൊക്കെ നൽകപ്പെട്ട ആ ഒരു വേദം നൽകപ്പെട്ട ആളുകളായതുകൊണ്ടാണ് അവർ അഹ്ലി കിതാബ് എന്ന് പറയുന്നത്. അഹ്ല് എന്ന് പറഞ്ഞാൽ ആളുകൾ, കിതാബ് വേദത്തിന്റെ ആളുകളിൽപ്പെട്ട അവരും, അതായത് ക്രിസ്ത്യാനി. ഈ വലൽ മുശ്രിക്കീൻ, അത് വേറെയാണ് കേട്ടോ. ക്രിസ്ത്യാനികളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുശ്രിക്കീങ്ങളല്ല. അവര് ബഹുദൈവത്തെ ആരാധിക്കുന്നവരല്ല. മറിച്ച് ഈ മുശ്രിക്കീങ്ങൾ ആരാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഖുറൈശികളായ ആളുകളാണ് മുശ്രിക്കീങ്ങൾ. അതായത് വിഗ്രഹാരാധകർ, അള്ളാന്റെ കൂടെയാണ് ശിർക്ക് ചെയ്യുന്നവർ. അപ്പോ ഈ സത്യനിഷേധികളായ അഹ്ലി കിതാബിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽ പെട്ടവരുമില്ല. എന്താഗ്രഹിക്കുന്നില്ല? ലൽ മുശ്രിക്കിൻ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, അൽ മുശ്രിക്കി, മുശ്രിക്കീങ്ങളും ഇല്ല എന്നർത്ഥം. മുശ്രിക്കിന്റെ പ്ലൂരലാണ് മുശ്രിക്കീൻ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവൻ, മുശ്രിക്കീൻ ശിർക്ക് ചെയ്യുന്നവർ, മുശ്രിക്കീൻ. ഓക്കെ. ലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും ഇല്ല. എന്ത് ആഗ്രഹിക്കുന്നില്ല അവര്? അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും, അതായത് യുനസ്സല, നസ്സല യുനസ്സിലു, ഇറക്കപ്പെടുക. നസ്സല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, യുനസ്സിലു ഇറങ്ങുന്നു, നസ്സല ഇറക്കി അല്ലെ. നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി, യുനസ്സിലു ഇറക്കുന്നു. അപ്പൊ അതിന്റെ യുനസ്സലു എന്നാണ് ഇവിടെ പറയുന്നത്. യുനസ്സലു, ഇറക്കപ്പെടുന്നു എന്നുള്ളത്. ഇവിടെ ഇതിന് മുന്നേ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. യുനസ്സ എന്നാണ് എന്തുകൊണ്ടാ? ഇത് ഓൾറെഡി ഇതിന്റെ മാലിയായ ഫോം നസ്സലയാണ്, മുലാരി യുനസ്സിലു ആണ്.
അപ്പൊ ഓൾറെഡി അവിടെ യു ഉണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് ഉളമ്പിടാൻ പറ്റും. സാധാരണ ഇതില് ഖത്തല കൊന്നു, കുത്തില കൊല്ലപ്പെട്ടു, കാ എന്നുള്ളത് കൂ ആക്കി കഴിഞ്ഞാല് എന്നാ പിന്നെ താ നിർത്തി ആക്കി കഴിഞ്ഞാൽ അതങ്ങനെ മാറും. പക്ഷെ ഇവിടെ ഓൾറെഡി നസ്സല യുനസിൽ മുലാരി യു ഉള്ളതാണ് യുനസ്സലു എന്ന് പറയണം. ഓക്കെ, യുനസ്സിലു എന്നാണ് ശരിക്കും ഇതിന്റെ മുലാരി. പക്ഷെ യുനസ്സലു എന്ന് പറയുമ്പോഴാണ് അത് ഇറക്കപ്പെടുക എന്നാവുക. അത് ആ ഒരു വെർബിന്റെ ആ ഒരു ഫോം അങ്ങനെയാണ്. അപ്പൊ അയ്യുനസ്സല ഇറക്കപ്പെടുന്നത് അലൈക്കും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത്. എന്തിറക്കപ്പെടുന്നത്? മിൻ ഹൈർ നന്മയിൽ നിന്ന് എന്തെങ്കിലും നല്ലതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന്. മനസ്സിലായില്ലേ? മാ യവദ്ദു ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി അഹ്ലി കിതാബിൽപ്പെട്ട കാഫിരീങ്ങളും വലൽ മുശ്രിക്കീന് ബഹുദൈവ വിശ്വാസികളും ഇല്ല, എന്തില്ലാന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. യുനസ്സല അലൈക്കും നിങ്ങളുടെ മേൽ, അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് മിൻ ഹൈറിൽ നിന്നും എന്തെങ്കിലും, മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നും. അതായത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെ. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം റബ്ബുക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നും, മിൻ ഹൈരിൻ നന്മയിൽ നിന്ന് എന്തെങ്കിലും, യുനസ്സല അലൈക്കും നിങ്ങളുടെ മേൽ, അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ, അല എന്ന് പറഞ്ഞാൽ മേൽ, കും നിങ്ങളുടെ, യുനസ്സല ഇറക്കപ്പെടുന്നത്. അപ്പൊ ഇറക്കപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹുൽ ഫദ്ലിൽ അദീം. അപ്പൊ വല്ലാഹു എന്നാൽ അല്ലാഹു എന്താണ്? അല്ലാഹു യഖ്തസ്സു അവൻ പ്രത്യേകമാക്കുന്നു, പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന അർത്ഥം, ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നു എന്നുള്ള അർത്ഥം, ഒരു സ്പെഷ്യൽ ആക്കുന്നു. എന്താ അല്ലാഹു യഖ്തസ്സു പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു, ബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നും അനുഗ്രഹം എന്നൊക്കെ പറയും. കാരുണ്യം, ഹി അവന്റെ, ബി റഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ. ആരാണോ യശാഉ അവൻ ഉദ്ദേശിക്കുന്നു. മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്ന ആരാണോ അവരെ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു. ഇത് എന്നതിന്റെ വിശദീകരണം പറയും മനസ്സിലാവും എന്താ അള്ളാഹ് പറയുന്നത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം അള്ളാഹു നല്ല അനുഗ്രഹമുടയവനല്ലോ എന്നാ പറയുന്നത്. അള്ളാഹു എന്താണ്? ളു എന്ന് പറഞ്ഞാൽ ഹാവിങ് എന്നാണ്, ഉള്ള. അൽ ഫദ്ൽ എന്ന് പറഞ്ഞാല് ഔദാര്യത്തിന്റെ ഉടമ. ഉദു എന്ന് പറഞ്ഞ ഉള്ളാന്നും ഉടയവൻ എന്നൊക്കെ പറയും. ഉടയവൻ, അങ്ങനെയുള്ള ഹാവിങ് എന്നുള്ള അർത്ഥം. അപ്പൊ ഫദ്ലിൽ അദീം എന്ന് പറഞ്ഞാൽ വലിയ ഔദാര്യത്തിന്റെ, മഹത്തായ. അദീം എന്ന് പറഞ്ഞാൽ മഹത്തായ, വലിയ മഹത്തായ ഔദാര്യത്തിന്റെ ഉടയവൻ എന്നുള്ളതിന്റെ വാക്ക് ഏതാണ് ഇവിടെ? ദൂ എന്നാണ്. ദൂ ഉടയവനാകുന്നു ആര്? അള്ളാഹു തന്നെയാണ്. എന്ത്? അള്ളാഹു അങ്ങനെ അതാണ്. അപ്പൊ ഈ ഒരു ആയത്ത് വളരെ സിമ്പിൾ ആണ്. മാ യവദ്ദുല്ലദീന കഫറു കാഫിരീങ്ങളായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല, മിൻ അഹ്ലിൽ കിതാബിൽപ്പെട്ട, വലൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളുമുള്ളവരുമില്ല, എന്തില്ലാന്ന്, അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും നിന്റെ റബ്ബിൽ നിന്ന് ഒരു നന്മയിൽ നിന്ന് നിങ്ങളുടെ മേൽ എന്തെങ്കിലും ഇറക്കപ്പെടുന്നത് മായവദ്ദു ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതി എന്നാൽ അല്ല പറയാണ്, അള്ളാഹു യഖ്തസ്സു പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു, പ്രത്യേകമാക്കുന്നു, ബിറഹ്മതി അവന്റെ കാരുണ്യം കൊണ്ട്, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരാക്കും. ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒന്നല്ല, അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കും. അള്ളാഹു ഫദ്ലുൽ അലീം അള്ളാഹു അതിമഹത്തായ അനുഗ്രഹത്തിന്റെ ഉടയവനാണല്ലോ എന്നാണ് ഈ ആയത്ത് പറയുന്നത്. 105-ാമത്തെ ആയത്ത്. ഇവിടെ ഇവര് പറയുന്ന ഈ അനുഗ്രഹം എന്ന് വെച്ചാല് ഈ ഒരു ജൂതന്മാരോട് തന്നെയാണ് പറയുന്നത്. അവരുടെ ആ സ്വഭാവം ഈ മുശ്രിക്കുകളോട് പറയാം. ഈ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഈ ഒരു വഹി ഇറങ്ങിയ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവരെന്തുകൊണ്ടാണ് പ്രവാചകനിലും ഖുറാനിലും വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവർ വിചാരിച്ചിരുന്നു അവർക്കിടയിൽ നിന്ന് മാത്രമേ പ്രവാചകൻ വരാൻ പാടുള്ളൂ എന്ന്. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആഗ്രഹിച്ച ഒരു കാര്യം അതായിരുന്നു. അവർക്കിടയിൽ നിന്ന് മാത്രം, അവർക്ക് മാത്രമേ വേദമൊക്കെ കിട്ടാൻ പാടുള്ളൂ, അവർക്കിടയിൽ നിന്ന് മാത്രമേ പ്രവാചകൻ വരാൻ പാടുള്ളൂ എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവാചകനും അദ്ദേഹത്തിന് അനുയായികളും നല്ല നല്ല വേദജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെടുന്നത് ഇവർക്ക് സഹിക്കാനാവില്ല.
സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു പിന്നെ ഇതില് ഒരു മദീനയിലുള്ള സമയത്ത് പ്രവാചകന്റെ ഭാര്യ സഫിയ ഒരു ജൂതന്റെ മകളാണല്ലോ സഫിയ. അപ്പൊ സഫിയ കുട്ടിയായിരിക്കുമ്പോ അവര് ആ ജൂതൻ അവരുടെ ഉപ്പ വലിയൊരു റബ്ബായി എന്നല്ല പറയും, ജൂതന്മാരുടെ പുരോഹിതന്മാര് റബ്ബായികൾ എന്ന് പറയും. അപ്പൊ അവരുടെ ഉപ്പ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഒരു റബായി ആയിരുന്നു. അപ്പൊ അവരെ വീട്ടില് പിന്നെ ഒരു പ്രാവശ്യം മുഹമ്മദിനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ സഫിയ റളിയല്ലാഹു അൻഹു കേട്ട കാര്യം അവര് പറയാണ് പിന്നീട്. ഉപ്പാന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഉപ്പാന്റെ അനിയനായിട്ടുള്ള, അവരൊക്കെ ഈ വേദത്തിന്റെ ആളുകളാണ്, അന്ന് വേദം വലിയ വലിയ സമൂഹത്തിലെ പുരോഹിതന്മാരാണ്. ഓടി വന്നിട്ട് ഉപ്പാന്റെ അനിയന് പറയാണ് ഒരു പ്രശ്നം, എന്തോ ഒരു സാധാരണ ഉപ്പാന്റെ അനിയന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സഫീറുല്ലാഹു അൻഹയെ കളിപ്പിക്കും, കുട്ടിയാണല്ലോ. പക്ഷെ ഇത് അതിനൊന്നും സമയമില്ലാതെ ബേജാറോടുകൂടി വന്നിട്ട് ഓടി വരികയാണ് ഉപ്പാന്റെ ബ്രദർ. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ കുശുകുശു പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നീട് സഫീറുല്ലാഹു അൻഹ അത് കേട്ടിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ പ്രവാചകൻ വന്ന കാര്യം ഇപ്പൊ ഈ മുഹമ്മദ് നബി അവിടെ വന്നപ്പോ മുഹമ്മദ് നബിയുടെ ഉള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈ ബ്രദർ വന്നിട്ട് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അഹുവാന്ന്, അവൻ തന്നെയാണോ അത് എന്ന്. അവൻ തന്നെയാണോ അത് എന്നാ ചോദിക്കുന്നത്. അതായത് നമ്മൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ അവൻ തന്നെയാണോ അത് എന്ന്, മുഹമ്മദ് നബീന്ന്. അപ്പൊ ഈ സഫീർ അള്ളാഹുനയുടെ ഉപ്പ പറയുന്നുണ്ട്, മറുപടി കൊടുത്ത എന്താന്ന് പറയാ, അതെ, അത് അവൻ തന്നെയാണ്. എനിക്ക് ജീവനുള്ള കാലത്തോളം, എനിക്ക് എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ അദ്ദേഹത്തെ എതിർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശബ്ദം ചെയ്യുന്നതായിട്ട് സഫീർ അള്ളാഹുന കേട്ടതായിട്ട് പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അത്രക്കും അവര് ആ ഒരു സത്യമുണ്ടല്ലോ, അത് പ്രവാചകനാണ് അവരെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരെ നിഷേധിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് അങ്ങനെയാ പാടുള്ളൂ, അവരുടെ ഇടയിൽ നിന്ന് മാത്രമേ പ്രവാചകൻ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു മൂഢ വിചാരം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ മുഹമ്മദ് നബിയും കൂട്ടരുമാണ് ഈ ഒരു അള്ളാഹിന്റെ ഗ്രന്ഥങ്ങൾ വഴി ഇങ്ങനെ സംസ്കരിക്കപ്പെടുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അവരെപ്പോഴും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, പിന്നെ എന്തുകൊണ്ടാണ് വേറൊരു സൂറത്തിൽ ഇങ്ങനെ പറയുന്നത്, അവര് 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 വേറെ സൂറത്തിൽ പറയുന്ന എന്താണ് പ്രവാചകനെ തെരഞ്ഞെടുക്കുമ്പോ അള്ളാഹു ഇവിടെ പറഞ്ഞില്ലേ, എന്താ പറയുന്നത്, അറേബ്യയിലെ പ്രധാന നഗരങ്ങളിലെ ആളും യശസ്സും പിന്നെ ഭയങ്കര പ്രമാണിയായ ആരെയും എന്താ തെരഞ്ഞെടുക്കാതിരുന്നത് എന്ന് ഇവർ ചോദിക്കാറുണ്ട്. സൂറത്ത് സുഹ്റുഫിൽ 31-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഖുർആൻ 2 നഗരങ്ങളിലെ ഏതെങ്കിലും മഹാപുരുഷനിൽ ഇറക്കാതിരുന്നത് എന്നുള്ള. ആ 2 നഗരങ്ങൾ എന്ന് പറയുന്നത് ത്വായിഫിലെയോ മക്കയിലെയോ ഈ 2കളിലും പ്രധാന പുരുഷന്മാർ, അതായത് സമൂഹത്തിൽ പ്രമാണിമാരായി ഇരിക്കുന്ന ആളുകളിൽ എന്തേ ഇറക്കപ്പെടാതിരുന്നത് എന്ന് അവർ ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ആ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവരാണോ നിന്റെ നാഥന്റെ അനുഗ്രഹം വീതിച്ചു കൊടുക്കുന്ന, ആർക്ക് എന്ത് അനുഗ്രഹം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവരിങ്ങ് പറയുന്ന പോലെ ആ 2 നഗരത്തിലെ മഹാന്മാരിൽ എന്തേ ഇറക്കപ്പെടാതിരുന്നത്, അപ്പൊ അവര് പറയും പോലെ ആവണം എന്നാണോ അവര് വിചാരിക്കുന്നത്? അള്ളാഹ് വിചാരിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് പ്രത്യേകം തെരഞ്ഞെടുക്കും. അത് ഏതാ എന്താ എന്നുള്ള അള്ളാഹിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹ് തെരഞ്ഞെടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു പിന്നെ അപ്പൊ അവരുടെ മെയിൻ വിഷയം എന്താണ്? പ്രവാചകന്റെ സന്ദേശം സത്യമാണോ, അത് ദൈവികമാണോ, അത് ശരിക്കും ഉള്ളതാണോ എന്നൊന്നും അല്ല, മറിച്ച് അവർക്ക് മുഹമ്മദ് നബി അനുയായികൾ ഈ സത്യങ്ങളൊന്നും അവർക്ക് ഈ പ്രവാചകന് കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവരുടെ മെയിൻ വിഷയമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഈ മനസ്സിലായില്ലേ ഇപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹ് ഇത് പറയുന്നത്, മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിർ റബ്ബിക്കും എന്ന് പറയുന്നത്, അള്ളാഹ് ആ റസൂലിനെ റസൂലായിട്ട് മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു നന്മയും നിങ്ങൾക്ക് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, അള്ളാഹു യഖ്തസു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് അവന് ഇഷ്ടമുള്ളവരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു എന്ന് അള്ളാഹ് മറുപടി കൊടുക്കുകയാണ്. ഇവിടെ പിന്നെ ഈ റഹ്മത്ത് എന്ന പദം ഉണ്ടല്ലോ, റഹ്മത്ത് കാരുണ്യം എന്ന് മാത്രമല്ല, പിന്നെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ. ഈ റഹ്മത്ത് എന്ന പദം ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തരത്തിലുള്ള അള്ളാന്റെ, നമ്മൾ പറയാറില്ലേ, അള്ളാന്റെ കാരുണ്യം കൊണ്ട് എനിക്കിത് കിട്ടിയത്, അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളാന്റെ കാരുണ്യാണ് ഇത് എനിക്ക് അള്ളാന്റെ കാരുണ്യം എന്നുള്ള, എന്റെ അള്ളാന്റെ റഹ്മത്ത്, അത് തന്നെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ റഹ്മത്ത്. പക്ഷെ ഇവിടെ ഈ ഒരു ആയത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവാചകത്വത്തെയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ആയത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രവാചകത്വത്തെയാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ എത്ര രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല, അത് ഇല്ലാതാക്കാനോ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല.
അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം കിട്ടാൻ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അത് അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തിലും അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ്, അത് അള്ളാഹിന്റെ ഹിക്മത്ത് കൊണ്ടും തെരഞ്ഞെടുക്കുന്നതാണ് എന്നാണ് ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു ആയത്തിന്റെ വിശദീകരണം എന്താന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വല്ലാഹുൽ ഫദ്ലിൽ അദീം, അള്ളാഹു ആണ് ഔദാര്യത്തിന്റെ അതിമഹത്തായുടേവൻ. അള്ളാഹ് തെരഞ്ഞെടുക്കും ആർക്ക് എന്ത് എപ്പോ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, ഈ അസൂയ തോന്നുക എന്നുള്ളത് പൊതുവെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് അല്ലെ. ഇവിടെ ഈ ബഹുദൈവ വിശ്വാസികൾക്കും വേദക്കാർക്കും അസൂയയാണ്. അവർ അസൂയപ്പെടുകയാണ്. എന്താണ് ആ പ്രവാചകത്വം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനം എന്നുള്ള അവർക്ക് അറിയാം. അപ്പൊ അള്ളാഹ് തെരഞ്ഞെടുത്ത് എന്തുകൊണ്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അപ്പോ ആ ഒരു അസൂയ എന്ന് പറയുന്നത് അള്ളാഹ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അള്ളാഹിന്റെ ഒരു അധികാരത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഒരു ഇതുകൊണ്ടാണ് ഓരോരുത്തർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്നുള്ളൊരു പാഠവും കൂടി ഇവിടെ ഉണ്ട്. ഇനി അടുത്ത ആയത്ത്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിത്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നാം ഒരു സൂക്തം മായ്ച്ചു കളയുന്നുവെങ്കിൽ അഥവാ മറപ്പിക്കുന്നുവെങ്കിൽ അതിലും മികച്ചതോ ചുരുങ്ങിയത് തത്തുല്യമായതോ തൽസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതാകുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? മാ നൻസഖ്, ആയത്തിന്റെ അർത്ഥം നോക്കൂട്ടോ. മാ നൻസഖ്, നൻസഖ് എന്ന് പറയുന്നത് ദുർബലപ്പെടുത്തുക എന്നാണ്. വീക്കാക്കുക, ദുർബലപ്പെടുത്തുക. ഒരു ആയത്തിനെ വീക്കാക്കുക എന്ന് പറയുന്ന ആയത്ത് പിന്നീട് അത് പിന്നെ എന്താ പറയാ, അത് പിന്നെ പാലിക്കപ്പെടുകയില്ല എന്നുള്ള അർത്ഥമാണ്. ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല ആ ഒരു ആയത്തിലെ നിയമം. അപ്പൊ മാ നൻസഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുന്ന പക്ഷം. മാ എന്താണോ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ പറയുന്ന മാ നൻസഖ്, ദുർബലപ്പെടുത്തുന്ന പക്ഷം. നൻസഖ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയൊന്ന് നാം ദുർബലപ്പെടുത്തുന്ന പക്ഷം. മിൻ ആയത്തിൻ, ഒരായത്തിൽ നിന്നും. ഔ അല്ലെങ്കിൽ നുൻസിഹ, നാം അതിനെ മറപ്പിക്കുക. ഹ എന്നുള്ള ആയത്തിനെയാണ് പറയുന്നത് കേട്ടോ. ആയത്തിനെ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നല്ലേ. നമ്മള് ഈ സഹ്വിന്റെ സുജൂദിലൊക്കെ പറയുന്നില്ലേ, എന്തായിരുന്നു, മറവിയോ പിന്നെ ഉറക്കമോ ക്ഷീണമോ ഒന്നും ഇല്ലാത്ത അള്ളാഹു സർവസ്തുതി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ സഹ്വിന്റെ സുജൂദ് നമ്മൾ മറന്നുകൊണ്ട് നമ്മളോട് തെറ്റിപ്പോയത് കൊണ്ടാണല്ലോ നമ്മൾ സഹ്വിന്റെ ഒരു സുജൂദ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഈ വാക്ക് പറയുന്നുണ്ട്. അപ്പൊ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. അപ്പൊ നുൻസിഹ അതിനെ മറപ്പിക്കുക. അതായത് ഒരു ആയത്തിനെ അള്ളാഹു ദുർബലപ്പെടുത്തുകയോ മറപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം, മാ നൻസഹ്, നാം ദുർബലപ്പെടുത്തുന്ന പക്ഷം, മിൻ ആയത്തിൻ, ഒരായത്തിൽ നിന്നും, ഔ അല്ലെങ്കിൽ നുൻസിഹ, നാം അതിനെ എന്താക്കുന്ന പക്ഷം, മറപ്പിക്കുന്ന പക്ഷം. അപ്പൊ അള്ളാഹ് പറയണം, അങ്ങനെ ഞാൻ ഒരു ആയത്തിനെ ചെയ്യുകയാണെങ്കിൽ, ഇത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് കേട്ടോ. അള്ളാഹ് എന്താണ്, ഇതൊക്കെ ഓരോന്നിനും മറുപടിയാണ്. ഇവര് ഈ പ്രവാചകനോട് ചോദിച്ചിരുന്ന അവരുടെ സ്വഭാവത്തിനൊക്കെ ഓരോള്ള മറുപടിക്ക് അള്ളാഹ് കറക്ഷൻ കൊടുക്കുന്ന ഇതൊക്കെ മറുപടിയായിട്ട് കൊടുക്കുകയാണ്. നഅ്തി എന്ന് പറഞ്ഞാൽ നാം കൊണ്ടുവരും. അള്ളാഹ് പറയാണ്, അള്ളാഹ് കൊണ്ടുവരും. ബി ഖൈർ, നല്ലത് കൊണ്ട്, മിൻഹ അതിനേക്കാൾ, അതിൽ നിന്നും. അപ്പൊ അള്ളാഹ് പറയുന്നത് ഔ മിസ്ലിഹ, അല്ലെങ്കിൽ തത്തുല്യമായ വേറൊന്ന്. ഒരായത്ത് നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞാൻ മറപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം ഞാൻ അതിനേക്കാളും നല്ലതോ അല്ലെങ്കിൽ അതിന് തുല്യമായതോ കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറയും. ഇത് എന്താന്ന് വെച്ചാല്, ഈ ഒരു തൗറാത്തും ഇഞ്ചീലുമാണല്ലോ അത്രയും കാലം ഉണ്ടായിരുന്ന വേദം. പിന്നെന്തേ ഒരു ഖുർആൻ കൊണ്ടുവന്നു എന്നാണ് ഇവരെ ചോദ്യം. മനസ്സിലായില്ലേ? ആ ഒരു തൗറാത്തും ആ ഒരു ഇഞ്ചീലും തന്നെ പാരായണം ചെയ്ത് ഞങ്ങൾ ജീവിച്ചാ പോരായിരുന്നോ? അതും അള്ളാഹുവിൽ നിന്ന് തന്നെയാണല്ലോ. പിന്നെന്തിനാ അതൊക്കെ മറികടന്ന് വേറൊരു ഗ്രന്ഥം പുതിയതായിട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഇവരുടെ ഒരു ചോദ്യം. അപ്പൊ അതിന്റെ ഒരു മറുപടി, ആ ചോദ്യം ഇവിടെ കൊടുത്തിട്ടില്ല, അതിന് മറുപടി മാത്രമാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ അള്ളാഹ് പറയാണ്, മാ നൻസഖ് മിൻ ആയത്തിൻ, ഞാനൊരു ആയത്തിൽ നിന്ന് എന്തെങ്കിലും ദുർബലപ്പെടുത്തുന്ന പക്ഷം, ഒരായത്ത് അല്ലെങ്കിൽ ഒരു പുസ്തകം മൊത്തമായിട്ടും, ചിലതൊക്കെ തൗറാത്തിൽ നിന്ന് അതുപോലെ തന്നെ അള്ളാഹിന്റെ വിശ്വാസ കാര്യങ്ങൾ, അള്ളാഹ് ഏകനാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ ചില ആയത്തുകളുള്ള മാ നൻസഖ് മിൻ ആയത്ത്, ഞാൻ ഒരു ആയത്തിൽ നിന്ന് ദുർബലപ്പെടുത്തുന്ന പക്ഷം, ഔ അല്ലെങ്കിൽ നുൻസിഹ, എന്നാണ് അതിനെ എന്നാണ് ആയത്തിനെ നാം മറപ്പിക്കുന്ന പക്ഷം, നാം കൊണ്ടുവരും. നാ എന്നുള്ളത് നാം കൊണ്ടുവരും കേട്ടോ. നഅ്തി എന്നുള്ളത് നാം കൊണ്ടുവരും. ബി ആയത്തിൻ, ബി ഖൈർ, കൂടുതൽ നല്ലത്. ബി ഖൈർ, നന്മ കൊണ്ട്, നല്ലതിനെ കൊണ്ട്.
മിൻഹ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ, അതായത് ആദ്യത്തെ ആയത്തിനേക്കാൾ. ഹാ എന്ന് പറഞ്ഞ ആയത്തിനെയാണ് പറയുന്നത്. മിൻ എന്ന് പറഞ്ഞ ഫ്രം, അവിടെ കാൾ, അതിനേക്കാൾ എന്നുള്ള അർത്ഥം. മിൻഹ, അതിനേക്കാൾ എന്നുള്ള അർത്ഥം. ഏതിനേക്കാൾ? ആ മുന്നത്തെ ആയത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഹാ എന്ന് പറയുന്നത്. മിൻഹ, അതിനേക്കാൾ. ഔ, അല്ലെങ്കിലോ മിസ്ലിഹ. മിസ്ലി എന്ന് പറഞ്ഞ പോലെ എന്നാണ്. മിസ്ലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലെ. മിസ്ലിഹ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പോലെ എന്ന് പറഞ്ഞാൽ സെയിം ആയത്ത് പോലെ തന്നെ കൊണ്ടുവരുമെന്ന്. മിൻഹ, മിസ്ലിഹ, അല്ലെങ്കിൽ അതിനെ പോലെ. എന്നിട്ട് അള്ളാഹ് ചോദിക്കണം, മനസ്സിലായില്ലേ ആയത്തിന്റെ അർത്ഥം? മാ നൻസഖ് മിൻ ആയത്തി, ഞാൻ ഒരു ആയത്തിൽ നിന്ന് എന്തെങ്കിലും ദുർബലപ്പെടുത്തുന്ന പക്ഷം, ഔ നുൻസിഹ, അല്ലെങ്കിൽ മറപ്പിക്കുന്ന പക്ഷം, നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊണ്ടുവരും, അല്ലെങ്കിൽ സെയിം തന്നെ കൊണ്ടുവരും, സെയിം പോലെ തന്നെ കൊണ്ടുവരും. അലം താലം, നിങ്ങൾ അറിയുന്നില്ലേ? അള്ളാഹ് ചോദിക്കാണ്. അലം, ആ, ഇല്ലേ എന്നുള്ള അർത്ഥം. ആ എന്നുള്ള വാക്ക് എപ്പോഴും ഇല്ലേ എന്നുള്ള അർത്ഥമാണ്, ക്വസ്റ്റ്യൻ ആണ്. ഏഹ് പിന്നെ ആ, ഇല്ലേ. ലം താലം, താലം എന്ന് പറഞ്ഞാല്, താലം എന്ന് പറഞ്ഞാൽ നീ അറിയുക എന്നാണ്. താലം, അലിമ യാലമു താലമു എന്നാണ് ശരിക്കും വാക്ക് വരേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഗ്രാമർ. അലിമ അറിഞ്ഞു, യാലമു അറിയുന്നു, അല്ലെങ്കിൽ അവൻ അറിയുന്നു. താലമു, ഇവിടെ മീമിന് ലൊമ്മാണ് വേണ്ടത് ശരിക്കും. താലമു എന്ന് പറയുമ്പോ നീ അറിയുന്നു എന്നാണ് ശരിക്കും. ശരിക്കുള്ള ഗ്രാമറിലെ ടേബിൾ നോക്കുമ്പോ താലമു എന്ന് പറഞ്ഞാൽ നീ അറിയുന്നു എന്നാണ്. എന്തുകൊണ്ട് ഇവിടെ താലം മന്ത് സുക്കൂൻ ലം പോയിട്ട് സുക്കൂനായി മീമിന് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ലം അതിന് മുന്നേ വന്നത് കൊണ്ടാണ്. ഓക്കെ, ലം എന്ന വാക്ക്, ആ ഒരു ഇത് ലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, ഇല്ല. അത് വന്നിട്ട് അതിന്റെ ശേഷമുള്ള വെർബിന്റെ ലാസ്റ്റ് എപ്പോഴും സുക്കൂൻ ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ ഒരു അറിവായിട്ടാണ് വെക്കുക. അപ്പൊ ലം താലം, നിങ്ങൾ അറിഞ്ഞില്ലേ. ഈ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഏതാ? ആ എന്നുള്ളതാണ്. ആ എന്നുള്ള തുടക്കത്തിലുള്ള വാക്കാണ്. ഫലം താലം, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ. ലം എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് എന്നുള്ള അർത്ഥമാണ്. ഡിഡ് നോട്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, എന്തറിഞ്ഞിട്ടില്ലേന്ന്? പിന്നെ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. അലാ, ഓൺ, കുല്ല് എന്ന് പറഞ്ഞ എല്ലാ, ഷെയ് കാര്യം, ഖദീർ കഴിവുറ്റവൻ. അലം താല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ. അള്ളാഹ് ഇങ്ങനെ ഓരോന്ന് ചെയ്യും, അത് ചിലപ്പോ വേറെ കൊണ്ടുവരും, സെയിം കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അലം താലം, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ. അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാം അറിയുന്നവനാണ് എന്നുള്ളതാണ് ആ വാക്ക് പറയുന്നത്. ഇവിടെ ഈ നുൻസി എന്നുള്ള വാക്കിന് അൻസ, അൻസ യുൻസി എന്നാണ് കേട്ടോ. ഈ വാക്കുവാണെങ്കിൽ നോട്ട് ചെയ്യുന്നവർ എഴുതി വെച്ചോളൂ. നുൻസിഹ എന്നുള്ള വാക്കിൻ്റെത് അൻസ യുൻസി എന്നാണ്. അൻസ എന്ന് പറഞ്ഞാല് മറപ്പിച്ചു, മറപ്പിച്ചു എന്നാണ്. അൻസ മറപ്പിച്ചു, യുൻസി മറപ്പിക്കുന്നു. നുൻസി എന്ന് പറയുമ്പോ നാ ആക്കുമ്പോ യു മാറ്റി നൂനാക്കുമ്പോ നാം മറപ്പിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാക്ക്, ഇതിന്റെ ഗ്രാമർ ഞാൻ വേറെ എഴുതിയിട്ടില്ല, അത് പഠിക്കുന്നവർക്ക് അങ്ങനെ എഴുതാം. യൻസഹു എന്നുള്ളതാണ്. നസഹ യൻസഹു എന്നാണ് മറ്റേ വാക്ക് കേട്ടോ. ഈ മേലത്തെ നസഹ യൻസഹു, അതാണ് നൻസഹ് എന്നായത്. അതുപോലെ അപ്പൊ ഇത് പിന്നെ ഇതെന്താ പ്രശ്നം? ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിന് നിങ്ങൾ ആയത്തിന്റെ അർത്ഥം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. 106 അല്ലേ? 106 107 കൂടി പറഞ്ഞാൽ ഈ ഒരു ആയത്തിന്റെ വിശദീകരണം ഒരുമിച്ചാ വരുന്നത്. ഇനി അടുത്ത ആയത്തോട് നോക്കൂ. 107 കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു ട്ടോ. അലം താലം, വീണ്ടും ചോദിക്കാണ്. അലം താലം, നീ അറിഞ്ഞില്ലേ. അത് വീണ്ടും നീ പറയേണ്ട ആവശ്യമില്ലല്ലോ, സെയിം ആണ്. ഈ ഖുറാന്റെ ഒരു സ്വഭാവം ഇതാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചാല്, ഒരു ആയത്ത് അല്ലെങ്കിൽ ഇത് പഠിച്ചാല് ഖുറാനിൽ പല പല സ്ഥലങ്ങളിൽ സെയിം വാക്ക് വരുന്നോണ്ട് നമുക്ക് പിന്നെ സ്വന്തമായിട്ട് അർത്ഥം പറയാൻ കഴിയും. ഖുറാൻ ഒരു പകുതി പഠിച്ചാൽ തന്നെ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ കഴിയും. അതാണ് ഖുറാന്റെ പ്രത്യേകത. അപ്പൊ അലം താലം, നീ അറിഞ്ഞില്ലേ. എന്തറിഞ്ഞിട്ടില്ലേ? നേരത്തെ തന്നെയാണ് ട്ടോ. അലം താലം, നീ അറിഞ്ഞിട്ടില്ലേ, എന്തറിഞ്ഞിട്ടില്ലേ. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലഹു, അവനുണ്ട്, ലഹു അവനുണ്ട്, അല്ലെങ്കിൽ അവനാണ്. ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട്. മുൽക്കു സമാവാതി വൽ അർദ്, ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പ്രാർത്ഥനകളിലൊക്കെ ഉള്ളതാണ് അല്ല. ലഹു അവനുണ്ട്, മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യം, ആധിപത്യം. അസ്സമാവാതി വൽ അർദി, ഭൂമിയുടെയും ആകാശങ്ങളുടെയും. സമാഇന്റെ പ്ലൂരലാണ് സമാവാത്ത്. സമാ എന്ന് പറഞ്ഞാൽ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ, വൽ അർദ് ഭൂമി.
അപ്പോ അള്ളാഹുവിനുണ്ട്, അവനുണ്ട്, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലഹു, അവനുണ്ട്, മുൽക്കുസമാവാതി വല്ലർദ്, ഭൂമിയുടെയും ആകാശങ്ങളുടെയും ആധിപത്യം. വമാ ലക്കും, നിങ്ങൾക്കില്ല. വ ആൻഡ് മാ, ഇല്ല, ലക്കും, നിങ്ങൾക്ക് എന്തില്ല, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. മിന്ദൂനി എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ്. അതൊക്കെ കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനെ പുറമെ, അല്ലെങ്കിൽ അള്ളാഹിനെ കൂടാതെ. മിൻ വലിയ, വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രക്ഷാധികാരി. വലിയ നമ്മൾ പറയാറില്ലേ, വലിയന്റെ വലിയാണ്, ഗാർഡിയൻ എന്നുള്ള കർത്താണ് വലിയ. വലിയ, അപ്പൊ മീൻ വലിയ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാധികാരിയിൽ നിന്നും ആരും ഉണ്ടാവൂല. വലാ നസീർ, നസീർ എന്ന് പറഞ്ഞാൽ സഹായി. നസീർ, നസറ യൻസുറു എന്നുള്ള വാക്ക്, സഹായി. അൻസാറുകൾ എന്ന് പറയൂല, മദീനയിലുള്ള ആളുകൾ അൻസാറുകൾ എന്നാ വിളിക്കുക. എന്താണ്, സഹായികൾ എന്നർത്ഥം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറുകളെ സഹായിച്ച ആളുകൾ ആയതുകൊണ്ടാണ് മദീനക്കാരെ അൻസാറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നസീർ, സഹായി. നസ്ർ, സഹായം. നസീർ, സഹായി ട്ടോ. അപ്പൊ ഇത് ഈ ആയത്ത് വളരെ സിമ്പിൾ ആണ്. അലം താലം, നീ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അള്ളാഹുവിന് ഈ ആകാശങ്ങളുടെ ഭൂമിയുടെയും ആധിപത്യമുണ്ട്. ഒമാലക്കും, നിങ്ങൾക്കാണെങ്കിലോ, നിങ്ങൾക്കില്ല, ഹിന്ദൂനില്ലാഹി മിൻ വലിയും വലാ നസീർ, അള്ളാഹുവിനെ പുറമെ നിങ്ങൾ ആരെങ്കിലും കൂട്ടിയത് ഒരു സഹായിയും ഒരു രക്ഷകനും നിങ്ങൾക്ക് ഇല്ലതാനും. അള്ളാഹുവിനാണെങ്കിലോ ഇത് മൊത്തം ഉണ്ട്. അള്ളാഹുവിന് മൊത്തം ഉണ്ട്. നിങ്ങളുടെ കാര്യം എന്താണ്, അള്ളാഹിനെ കൂടാതെ യാതൊരു സഹായിയോ ഒരു രക്ഷകനോ ഇല്ലതാൻ. വലിയ, ഇതിൽ പുതിയ രണ്ട് വാക്കുകൾ, വലിയ നല്ല രക്ഷാധികാരി, നസീർ, സഹായി. മുൽക്കു സമാവാത്തിയൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ്. ഈ ഒരു ആയത്തില് രണ്ട് ആയത്ത് പറഞ്ഞല്ലോ. അല്ല ഈ ആയത്ത് മറപ്പിക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത് ട്ടോ. ഇതിന് മുന്നേ ആയത്തില് ഒരു ആയത്ത് മാറ്റി വേറെ ആയത്ത് കൊണ്ടുവരുന്നുണ്ടേ അല്ല, ഒന്നുമില്ലോ അതിനേക്കാൾ നല്ല കൊണ്ടുവരും, അല്ലെങ്കിൽ സെയിം കൊണ്ടുവരും എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനെ കുറച്ച് ഗുണങ്ങൾ പറയാണ്. നിങ്ങൾ അള്ളാഹിനെ ഇങ്ങനെ തിരുത്തണ്ട. അള്ളാഹ് എന്ന് പറയുന്നത് എല്ലാത്തിനും കഴിവുറ്റവനാണ്. അവന് ലഹു മുൽക്കു സമാവാതി വൽ അർളും ഉണ്ട്. അള്ളാഹ് അത്രക്കും കഴിവുറ്റവനാണ്. നിങ്ങളാണെങ്കിലോ ഒരു സഹായിയും ഇല്ലാത്ത, ഒരു രക്ഷകനും ഇല്ലാതാണ്, അവനല്ലാതെ വേറെ ആരും ഇല്ലാത്ത ഒരാളുമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ്, ഇതൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. അവര്, അതായത് ഈ മദീനയിലുള്ള ആളുകൾക്ക് ഇത് സുപരിചിതമാണ്. എന്തുകൊണ്ടാണ് ഈ ആയത്ത്, കാരണം അവര് സ്ഥിരമായി ചോദിച്ചിരുന്ന ഒരു കാര്യത്തിലുള്ള മറുപടി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ചോദ്യം ഇവിടെ മനസ്സിലാകുന്നില്ല. പക്ഷെ മദീനയിൽ പ്രവാചകന് ചുറ്റും ഇരുന്ന ആളുകൾക്ക്, ചുറ്റുമുണ്ടായിരുന്ന പരിസരത്തുണ്ടായിരുന്ന ആളുകൾക്ക് വളരെ സുപരിചിതമാണ് ഈ ഒരു ആയത്ത് കൊണ്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളത്. കാരണം അവർ സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. അപ്പോ അതായത് മൂസാക്കും ഈസാക്കും ഒക്കെ കുറെ വേദങ്ങളൊക്കെ ഇറങ്ങിയിട്ട് അതിന് മുഹമ്മദ് പറയെങ്കിൽ പിന്നെ ആ വേദങ്ങൾ തന്നെ പോരെ, അതിൽ നിയമങ്ങൾ തന്നെ നടപ്പിലാക്കുകയല്ലേ മുഹമ്മദ് നബി ചെയ്യേണ്ടത് എന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? തൗറാത്ത് ഇഞ്ചീലൊക്കെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. പിന്നെ മുഹമ്മദ് നബിക്ക് ആ ഒരു വേദം കൊണ്ടുവന്നിട്ട് അതിലെ നിയമങ്ങളൊക്കെ ഇറക്കിയ പറഞ്ഞ് അതാക്കിയാ പോരെ എന്നാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ആ വേദം തന്നെ പാരായണം ചെയ്താ പോരെ എന്നുള്ളത്. പിന്നെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു തൗറാത്തും ഇഞ്ചീലും ഇറങ്ങിയിട്ട് അത് ജനങ്ങളിൽ നിന്ന് ദുർബലമാക്കുകയും മറപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. പിന്നീട് തൗറാത്തും ഇഞ്ചീലിനും പിന്നെ ഒരു പ്രസക്തിയും വരുന്നില്ലല്ലോ. മനസ്സിലായില്ല അവരുടെ ചോദ്യം. എന്തിനാണ് തൗറാത്ത് ഇഞ്ചീലൊക്കെ മറപ്പിച്ച് അത് മാറ്റി വേറൊന്നിനെ കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല പുതിയ വേദത്തിലാണെങ്കിൽ പഴയ വേദത്തിന്റെ നിയമങ്ങൾ ചിലത്, പുതിയ നിയമം പഴയ നിയമം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഭേദഗതി ചെയ്തിട്ടും എന്തിനാണ് പിന്നെയും പുതിയതൊന്ന് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഓരോ കാലത്തും അവതരിപ്പിച്ചിട്ടുള്ള വേദവും അതിലെ നിയമങ്ങളും അക്കാലത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉചിതവും ഉത്കൃഷ്ടവും ഉള്ളതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് മൂസാ നബിക്കും ഇതൊന്നും ഇറങ്ങി അതേപോലെ ഈ പ്രവാചകൻ ഇറങ്ങി ഇറക്കാത്തതിന്റെ ഉത്തരം ഇതാണ്. ഓരോ കാലഘട്ടത്തിലും ആ ജനങ്ങൾക്ക് അനുസരിച്ചുള്ള, സാഹചര്യത്തിനനുസരിച്ചുള്ള തരത്തിലുള്ള ശരീഅത്ത് നിയമങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഓരോ ഗ്രന്ഥവും എന്നാണ് പറയുന്നത്. ആ ജനങ്ങൾക്ക് ഏറ്റവും ഉചിതവും ഉത്കൃഷ്ടമായതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ട് അള്ളാഹു ഇറക്കിയത്. ഇബ്രാഹിം നബിക്ക് അവതരിച്ച സൂക്തങ്ങൾ അദ്ദേഹത്തിന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കൃഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബിക്ക് ഏടുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഏടുകൾ ഇബ്രാഹിം, സൂഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിന്റെ ഏടുകൾ എന്ന് പറയുന്ന അവർക്ക് ആ ജനത്തിന് അത് വളരെ ഉത്കൃഷ്ടമായിരുന്നു. പിന്നെ മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിരുന്നു. പിന്നീട് ദാവൂദിനും ഈസാക്കും അവതരിപ്പിച്ച സൂക്തങ്ങൾ, സ്തുതിയും, ഇതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു.
പിന്നെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിയമപ്രമാണം ഓരോരുത്തരും നൽകിയിരുന്നു. മുഹമ്മദ് നബിക്ക് അവതരിച്ചുകൊണ്ട് ഖുർആന്റെ നിലപാടും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതില് ഈ ഒരു ഖുർആനില് തൗറാത്തിലും ഇഞ്ചീലിലും ഉണ്ടായിരുന്ന ചില നിയമങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ കാലത്തെയും സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മികച്ച നിയമങ്ങൾ അള്ളാഹു ഈ ഖുർആനിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് തൗറാത്തിലുള്ള ഒരു നിയമം ഈ ഖുർആനിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ അള്ളാഹു മിൻഹ എന്നല്ലേ പറഞ്ഞേ, അതിനേക്കാൾ മികച്ചത് അള്ള വെച്ചിട്ടുണ്ടാവും, ഒന്നിനെ മറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് അതിനേക്കാൾ മികച്ചത് ഈ കാലഘട്ടത്തിൽ അള്ള കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു ഇത് വെച്ചിട്ട് ഈ പിന്നെ ഈ നെസ്ഖ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഈ പണ്ഡിതന്മാരുടെ ഇടയിൽ പല ചർച്ചക്കും ഇതാക്കുന്ന ഒരു വിഷയമാണിത്. പിന്നെ അപ്പൊ അള്ളാഹു എല്ലാ നിയമങ്ങളും അതിന് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ ജനതക്കനുസരിച്ചും ഇറക്കാൻ കഴിവുള്ളവനും ശക്തിയുള്ളവനുമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഈ നെസ്ഖിന് ശരിക്ക് പലതരണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അള്ളാഹു ഒരു ആയത്ത് മറപ്പിക്കുക അല്ലെങ്കിൽ അതിനെ മായ്ച്ചു കളയാന്നുള്ളത് പിന്നെ 2-3 തരത്തിലുണ്ട്. അത് നിങ്ങൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. കാരണം സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്കറിയാമായിരുന്നു, സൂറത്തുൽ ബഖറയില് 180 ആയത്താണോ? അതായത് 180 ആയത്ത്. ആ 180 ആയത്തിൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവന് മരണമെടുത്താൽ അവൻ ധനം ശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ന്യായമായ രീതിയിൽ വസിയത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ? വസിയത്തിന്റെ ഒരു ആയത്ത് 180 ആയത്ത് ബഖറയിലുണ്ട്. പക്ഷേ പിന്നീട് ആ ആയത്ത് ഇപ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരും വസിയത്ത് ചെയ്യാറില്ല. അതങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കൂലേ എന്തുകൊണ്ടാണ് ഖുർആനിൽ വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ ഇപ്പൊ നമ്മൾ വസിയത്ത് ചെയ്യാതെ പല ആളുകളും അങ്ങനെ മരിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം, വസിയത്തിന്റെ ആയത്ത് ആദ്യം വന്നതാണ്. അന്ന് അനന്തരാവകാശ നിയമത്തിന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അനന്തരാവകാശത്തിന്റെ ആയത്ത് ഇറങ്ങുന്ന സൂറത്ത് നിസായിൽ 11-ാമത്തെ ആയത്തൊക്കെ അനന്തരാവകാശ നിയമങ്ങൾ മൊത്തം ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അയാൾ വിട്ടേച്ചു പോകുന്ന സ്വത്ത് ഇന്ന ആളുകൾക്ക്, മക്കൾക്ക് ഇത്ര, ആപ്പാക്ക് ഉമ്മാക്ക്, ഇങ്ങനെ ആ അനന്തരാവകാശം ആർക്കൊക്കെ എത്ര കണക്ക് എന്ന് കൃത്യമായിട്ട് പറയുന്ന ആയത്ത് പിന്നീട് ഇറങ്ങിയപ്പോ പിന്നീട് വസിയത്തിന് പ്രസക്തി ഇല്ലാതായി. മനസ്സിലായല്ലോ? വസിയത്ത് നമ്മൾ മരിക്കുമ്പോ ഈ അനന്തരാവകാശ നിയമം ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും മരിക്കുന്നതിന് മുന്നേ ആ സ്വത്ത് ആർക്ക് കൊടുക്കണം, നമുക്ക് വസിയത്ത് ചെയ്യണം നിർബന്ധം ഏതൊരാൾക്കും. പക്ഷെ പിന്നീട് അത് ദുർബലപ്പെട്ടത് ഈ സൂറത്ത് നിസായിലെ 11-ാം സൂക്തത്തിലൂടെ ആ ഒരു ഇത് പിന്നെ അത് ഇതാക്കണം. അപ്പൊ അത് ആ ഒരു ആയത്തിൽ നിസ്ഖ് ചെയ്തപ്പോ ഈ 180-ാമത്തെ ആയത്തിൽ നിസ്ഖ് ചെയ്തിരിക്കുന്നത് ഈ 11-ാമത്തെ സൂറത്ത് നിസായിലെ 11-ാമത്തെ അനന്തരാവകാശ നിയമത്തിന്റെ ആയത്ത് കൊണ്ട് മറ്റേ ആയത്ത് നെസ്ഖാക്കി. നെസ്ഖ് എന്ന് പറഞ്ഞാല് ദുർബലമാക്കി. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഒരു ഉദാഹരണം. അപ്പൊ അങ്ങനെ ഖുറാനിൽ തന്നെ അള്ളാഹ് ഓരോന്നിനും യുക്തി ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 തരത്തിൽ ചില ആയത്തുകളുടെ നിയമം ആയത്ത് അവിടെ ഉണ്ടെങ്കിലും ആ ഒരു നിയമം അതിലൂടെ പ്രാബല്യമല്ലാത്തുണ്ട്. ചിലത് മൊത്തം ആയത്ത് തന്നെ പിന്നീട് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2-3 തരം ഉണ്ട്. അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 2-3 തരത്തിലുള്ള പണ്ഡിതന്മാര് പറയുന്നുണ്ട് അതിൽ. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് എന്താണ്? യാ യുഹല്ലദീന ആമനു, അത് ഇന്ന് പഠിച്ച ആയത്തുകളൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. 104-ാമത്തെ ആയത്ത്, യാ യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖൂലു, നിങ്ങൾ പറയരുത്, റാഇന എന്ന വാക്ക്, റാഇന വഖൂലു, നിങ്ങൾ എന്ത് പറയണം, ഉന്ദുർന, നിങ്ങൾ ഉന്ദുർന എന്ന വാക്ക്, അതായത് എന്നെ നോക്കണമേ എന്നുള്ളത് പറയണം. വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. വലിൽ കാഫിരീന അദാബുൻ അലീം, കാഫിര്യങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. മാ യവദ്ദുല്ലദീന കഫറു, ഈ കാഫിര്യങ്ങളായ ആളുകൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. യവദ്ദു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു. മാ യവദ്ദു ഇഷ്ടപ്പെടുന്നില്ല. കഫറു, എങ്ങനെയുള്ള കാഫിര്യങ്ങള്, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽ പെട്ടതും ആഗ്രഹിക്കുന്നില്ല. വലൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുമില്ല. യുനസ്സല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഇറക്കപ്പെടുന്നത് എന്ത്, മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു ഖൈറ്, ഒരു നന്മ ഇറങ്ങുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു യഖ്തസു ബിറഹ്മതിഹി മയശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു. ഏതാണ് വാക്ക് പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന്റെ യഖ്തസ്സു എന്നുള്ള ഒരു പുതിയ വാക്കാണ്. യഖ്തസ്സു, അവൻ പ്രത്യേകമാക്കുന്നു എന്നുള്ള അർത്ഥം. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു എന്താണ്, എന്ന് പറഞ്ഞ ഉടയവനാണ്, ഫദ്ലിന്റെ, അലീമായ ഫദ്ലിന്റെ, അതായത് മഹത്തായ ഔദാര്യത്തിന്റെ ഉടയവനാകുന്നു അള്ളാഹു. ഞങ്ങൾ വേറെ കാര്യം പറയണം, മാ നൻസഖ് മിൻ ആയത്തിൻ, ഒരു ആയത്തിന് അള്ളാഹു ദുർബലപ്പെടുത്തുന്ന പക്ഷം, ഔ അല്ലെങ്കിൽ നുൻസിഹ, അതിനെ മറപ്പിക്കുന്ന പക്ഷം, നാം കൊണ്ടുവരും, ഖൈർ, ഒരു നല്ലത് കൊണ്ട്, മിൻഹ, അതിനേക്കാൾ,
ആ ആയത്തിനേക്കാൾ നേരത്തെ, ഔ അല്ലെങ്കിൽ മിസ്ലിഹ, അതിന്റെ പോലെ തന്നെ ഉള്ളത്. അലം താലം, നീ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ആണെന്ന്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന്. അലം താലം, നീ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ, അള്ളാഹു എന്താണ്, തീർച്ചയായും അള്ളാഹു ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അള്ളാഹുവിന് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുണ്ടെന്ന്. വമാലക്കും, നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന്റെ കൂടാതെ, മിൻ വലിയിൻ, ഒരു രക്ഷകനും, വലാ നസീർ, ലാ നസീർ, സഹായിയുമില്ല. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. നമുക്ക് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, വസ്സലാമുൻ അലൽ മുർസലീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.